ഹലോ, എല്ലാവർക്കും മിനീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ഹോളിഡേ പോയിരിക്കുകയാണ്. അപ്പോൾ കാരവാനിൽ പോയിരിക്കുകയാണ്. ബ്യൂഡ് എന്ന് പറയുന്ന യുകെയിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്തുള്ള ഒരു കാസിൽ കാണാൻ പോകുന്നത്, കാസിലും ബ്രിഡ്ജും, അതായത് ടിന്റാഗൽ കാസിൽ. അവിടെ ഉള്ളൊരു ബ്രിഡ്ജുമാണ് കാണാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ കിങ് ആർത്തർ ഉണ്ടായ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ ഒപ്പം നിങ്ങൾ പോകുന്നേര്. അപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ച് വേണം അവിടെ പോയി കാണാൻ. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, കാരണം അവർ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. അതായത് ഞങ്ങളൊരു ഫാമിലി ടിക്കറ്റാണിത്, 2 adults 2 child. അപ്പോൾ അതിന് 49.40 ആണ് ഫാമിലി ടിക്കറ്റിന്. പിന്നെ അതിൽ VAT കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 49.40 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അവർ കുറേ മാപ്പ് പിള്ളേർക്ക് നോക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മാപ്പ് വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 6 pound കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞാൽ അത് വേണ്ടാന്നോ, നമുക്കിപ്പം ഇൻ്റർനെറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സംഭവം കണ്ടുപിടിക്കാം. അപ്പോൾ ടിക്കറ്റ് ഓഫീസിൽ നമ്മൾ പേ ചെയ്തു. അവിടുന്ന് അവർ പറഞ്ഞ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പാത്ത് വേ വഴി താഴോട്ട് നടന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഫോളോ ദ റൂട്ട് മാപ്പ് ഫോർ കാസിലും ബ്രിഡ്ജിനുമുള്ള റൂട്ട് മാപ്പ് ഫോളോ ചെയ്ത് പോകാനാണ് പറഞ്ഞത്. ഇനി ഇത് താഴെ നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു ജീപ്പുണ്ട്. ജീപ്പ് സർവീസ് പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർ ചോദിക്കുന്ന പൈസ കൊടുത്താലേ താഴെ നിന്ന് മേളിലോട്ട് എത്തുള്ളൂ. നല്ലൊരു ഇറക്കവും നല്ലൊരു കയറ്റവുമാണ് ഈ പറയുന്ന സംഭവത്തിലോട്ട് പോകാൻ. സത്യം പറഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളിലും ഈ കാസിൻ്റെ പേര് തെറ്റിച്ചാണ് പ്രൊണൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ടിൻടാജിൽ എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് പഠിച്ചെടുത്തത്. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ഹെറിറ്റേജ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ എല്ലാം പോകാവുന്നതാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്ലൂ ലൈറ്റ് കാർഡ് ഞാൻ ഇതിന് മുമ്പിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാമെന്ന്. അതിവിടെ യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് അവരൊന്ന് ഫാമിലി ടിക്കറ്റ് എടുക്കുന്നതാണ് ബ്ലൂ ലൈറ്റ് കാർഡ് ഇടുന്നതിലും നമുക്ക് ഉപകാരപ്രദമെന്ന്. അപ്പം ഞങ്ങൾ ഫാമിലി ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. നമ്മൾ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പർ കോർട്ട്യാർഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ കൊട്ടാരം അല്ലെ, ഈ കാസിൽ പണിതതിന് ശേഷം ഈ വെള്ളമൊക്കെ അടിച്ചു കയറിയിട്ട് ഇതിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞേ. അതിൻ്റെ ഒരു ബാക്കിയുള്ള സ്ഥലങ്ങളും സംഭവങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ആൾക്കാർ ഇവിടോട്ട് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്തോന്ന് സംഭവം അറിയാൻ വേണ്ടി ഞാൻ വന്ന് നോക്കി. ഒന്നുമില്ല, നമ്മുടെ കുറേ എന്താ പറയുന്നത്, ഈ കാസിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന പൊട്ടിപ്പാളിപ്പോയ കുറേ അവശിഷ്ടങ്ങളുടെ ഭാഗങ്ങളൊക്കെയാണ്. അവിടെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, സംഭവം എന്താണെന്നുള്ളതൊക്കെ. എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ അക്ഷമരായിട്ടുള്ള 2-3 പേര് ഞങ്ങളുടെ വീട്ടിലുള്ളവർ അവിടെ മേളിൽ ഇപ്പുണ്ട്. അവരുടെ അടുത്തോട്ട് ഇനി നമുക്ക് പോകാം. നേരെ പോകുന്ന ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം കാണാൻ വേണ്ടിയാണ്. അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. മടുത്തു, വെള്ളം കുടിച്ച് ഞങ്ങൾ മടുത്തു. ഇതാ അങ്ങേ അറ്റത്തു നിന്നാണ് നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയത്. ഇനി ഒരു അംഗം വെക്കാനുള്ള ബാല്യമില്ല, കാരണം നിങ്ങൾ നേരെ തിരിഞ്ഞ് നോക്ക്. അങ്ങനെ ഞങ്ങൾ കാസിൻ്റെ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന ബ്രിഡ്ജിലോട്ടാണ്. ബ്രിഡ്ജ് നോക്ക്, അതാണ് ആ കാണുന്ന പാലമാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പൈസയൊക്കെ കൊടുത്താണ് അവിടെ കയറുന്നതിന്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇത് കാണാൻ വരുന്നതെന്ന് പറഞ്ഞത് നമ്മൾ
താമസിച്ചിരുന്ന ഹോളിഡേ പാർക്കിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ ആ താമസിച്ച സ്ഥലത്തുനിന്ന് ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് വരാൻ. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ്. UK ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ടോപ്പ് അട്രാക്ഷൻ്റെ കൂട്ടത്തിൽ പറയപ്പെടുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ടിൻറ്റാഗൽ കാസൽ ആൻഡ് ടവറില്ല ബ്രിഡ്ജ്. അവശകലാകാരന്മാരിരിക്കുന്ന രംഗങ്ങളാണ്. ആ ഒരു ഇത് കയറിയിട്ട് ഒരു ഭാഗത്ത് ഇവരെ ഉണ്ട്. അവിടെ ഒരാൾ കുഞ്ഞിപ്പെണ്ണാന്നെ ആകെ മടുത്ത് പോയി കയറ്റം കയറി. ഞങ്ങൾ ഉച്ച സമയമാണ്, നല്ല ചൂടാണ്. കുഞ്ഞുപെണ്ണിൻ്റെയൊക്കെ ഇടപാട് തീർന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങുകയാണ്. ഇനി താഴെ ചെന്നിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം അത്രയ്ക്കും അടുത്ത് കാരണം അതുപോലെ നടക്കാറുണ്ട്. നേരെ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാണ്. അപ്പം എൻ്റെ ഒപ്പം പോകുന്നേരം കാഴ്ചകൾ കാണാം. നല്ല അടിപൊളി വെയിലാണ്, ഒന്നും പറയാനില്ല. കണ്ണൂടെ അടിച്ചു പോകുന്ന വെയിൽ. അതുകൊണ്ടാണ് കറുത്ത കണ്ണടയൊക്കെ വെച്ച് എന്നെ കണ്ട ഒരു അന്ധത നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അന്ധന്മാരുടെ നാട്ടിലൊക്കെ പോയ പോലെ അതൊന്നുമല്ല കേട്ടോ. ഭയങ്കര കണ്ണിലോട്ടടിച്ച് കയറുന്ന വെയിലാണ്. നമ്മളന്ന് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ ടിൻറ്റാഗൽ കാസലിൻ്റെ ഡോവേ എന്നറിയപ്പെടുന്ന സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, റൊമാൻറ്റിക് പ്ലേസ് ആണ്. അതായത് നിങ്ങളിത് ടിൻറ്റാഗൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്ന ഈ ഡോർവേ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് അതിമനോഹരമാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇനിയും കാണാൻ പോകുന്നത്.
നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ ഫ്രീ ആയിട്ട് പോകാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രിഡ്ജിലും അതുപോലെ തന്നെ ഈ ഡോർവേയിലും ഒന്നും കയറാൻ പറ്റത്തില്ല. അതിന് മാത്രമാണ് ഇവർ പേയ്മെൻറ്റ് ചോദിക്കുന്നത്. നമ്മൾ ഈ ഇറക്കം നേരെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ കാസിൻ്റെ ബാക്കി ഭാഗങ്ങളും നമ്മുടെ ആ ബ്രിഡ്ജൊക്കെ കണ്ട് നേരെ ഇറങ്ങി ചെല്ലുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലം. അതിന് പറയുന്ന പേരാണ് മെർലിൻസ് കേവ് എന്ന്. അവിടെ ഒരു ചെറിയ ഗുഹ പോലെയൊക്കെയാണ്. അപ്പോൾ അതൊരു ടണൽ മാതിരിയാണ്, അതിനകത്ത് കയറാം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ല കേട്ടോ, കാരണം അവിടെ അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ പാറക്കെട്ടും ഈ പറയുന്ന സ്റ്റേഴ്സൊന്നും അല്ല, ഒരു സ്റ്റീൽ കമ്പിയിലുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി ഓടിപ്പിടിച്ച് ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് കയറി. അവിടെ നിന്ന് താഴേന്ന് മേളിലോട്ട് നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബ്രിഡ്ജൊക്കെ കാണാൻ. ഇത് വെള്ളത്തിൻ്റെ നിറം നല്ല നീല കളറിലുള്ള വെള്ളമാണ്. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മെർലിൻസ് കേവ് ആണ്. അങ്ങനെ ഞങ്ങൾ കയറ്റമൊക്കെ കയറി ഇറങ്ങി താഴെ വന്നതിന് ശേഷം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കണ്ടപ്പോഴാണ് ആമിക്കുട്ടിക്ക് സോസേജ് റോളും ഐസ്ക്രീമും ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആമിക്കുട്ടിക്ക് ഒരു ജീവൻ വന്നത്. അടിപൊളി ലൊക്കേഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ യു കെയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ മറക്കാതെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് എഴുതിയിടുക. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് പൂർണ്ണമാവുകയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നും ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.